ചെവിയുടെ പാടയ്ക്ക് ഹോൾ ഉണ്ടായാൽ എപ്പോഴാണ് സർജറി ചെയ്യേണ്ടത്? ചെവിയുടെ പാടയ്ക്ക് പെട്ടെന്ന് പൊട്ടലുണ്ടായാൽ എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്നുള്ള എൻ്റെ ഒരു വീഡിയോയുടെ താഴെയാണ് ഒരുപാട് സംശയങ്ങൾ ആളുകൾ അയച്ചിരിക്കുന്നത്. അതുകൊണ്ട് ചെവിയുടെ പാടയുടെ ഹോളുമായി ബന്ധപ്പെട്ടിട്ടുള്ള 10 ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് ഈ വീഡിയോയിലുള്ളത്. ഞാൻ ഡോക്ടർ പെബീത, കോഴിക്കോട് ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ഹോസ്പിറ്റലിലെ ENT സർജനാണ്. ആദ്യത്തെ ചോദ്യം, എപ്പോഴാണ് ചെവിയുടെ പാടയുടെ ഹോളിന് വേണ്ടി നമ്മൾ സർജറി ചെയ്യേണ്ടത്? പാടയിൽ ചെറിയൊരു ഹോൾ ഉണ്ട്, മരുന്ന് കഴിച്ചിട്ടും അത് ഉണങ്ങിക്കിട്ടുന്നില്ല. 2-3 മാസമൊക്കെ മരുന്ന് കഴിച്ചു നോക്കി, എന്നിട്ടും വ്യത്യാസമില്ലെങ്കിൽ സർജറിയെ പറ്റി ചിന്തിക്കാവുന്നതാണ്. അതുപോലെ തന്നെ എപ്പോഴും ചെവിയിൽ നിന്ന് നീരൊലിക്കുന്നു, ഇത്തരം കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞാലും പാടയുടെ ഹോള് മാറ്റാനായിട്ടുള്ള സർജറിയെ പറ്റി ആലോചിക്കണം. ഇതോടൊപ്പം തന്നെ രോഗിക്ക് കേൾവിക്കുറവുണ്ട്, ഇത്തരം സാഹചര്യം കണ്ടു കഴിഞ്ഞാലും സർജറി ചെയ്യാനുള്ള തീരുമാനം എടുക്കേണ്ടതാണ്. ഇനി എപ്പോഴാണ് സർജറി വേണ്ട എന്ന് വെക്കേണ്ടത്? പെട്ടെന്നുണ്ടായ ഒരു അപകടത്തെ തുടർന്ന്, അതല്ലെങ്കിൽ ചെവിയിൽ എന്തെങ്കിലും ഒരു ഷാർപ്പ് ഇൻസ്ട്രുമെന്റ് ഇട്ട് തിരിച്ചപ്പോഴോ അറിയാതെ തട്ടിപ്പോകുമ്പോഴോ ഒക്കെ ഉണ്ടാവുന്ന ട്രോമാറ്റിക് പെർഫറേഷൻസിൽ നമ്മൾ പെട്ടെന്ന് സർജറിക്ക് തീരുമാനമെടുക്കേണ്ട ആവശ്യമില്ല. രണ്ടാമത്തെ ചോദ്യം, സർജറി അല്ലാതെ മറ്റെന്തെങ്കിലും മാർഗമുണ്ടോ? പാടയിലുള്ള ഈ ഹോള് വളരെ ചെറുതാണ്, ഇതിൽ നിന്ന് ഇൻഫെക്ഷൻ ഒന്നും വരുന്നില്ല, രോഗിക്ക് കേൾവിക്കുറവും അനുഭവപ്പെടുന്നില്ലെങ്കിൽ സർജറിയുടെ ആവശ്യമില്ല, നമുക്കൊന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം. എന്നാൽ ഇത്തരം അവസരങ്ങളിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ചെവിയുടെ ഉള്ളിലേക്ക് വെള്ളം കയറാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ പുറമേ നിന്നുള്ള Q-ടിപ്സോ അതല്ലെങ്കിൽ മറ്റ് ഷാർപ്പായിട്ടുള്ള ഇൻസ്ട്രുമെന്റ്സ് ഉപയോഗിച്ച് ചെവി ക്ലീൻ ചെയ്യുന്നത് നിർത്തിവെക്കണം. അതേപോലെ തന്നെ ശക്തമായിട്ട് മൂക്ക് ചീറ്റുന്നതും നിർത്തിവെക്കുക. മൂന്നാമത്തെ ചോദ്യം, എന്താണ് ഈ സർജറിയുടെ പേര്? ടിംപനോപ്ലാസ്റ്റി എന്നാണ് ഈ സർജറിക്ക് പറയുന്ന പേര്. കർണപടത്തിന്റെ ദ്വാരം അടയ്ക്കുന്നതോടൊപ്പം ചെവിയുടെ മധ്യകർണത്തിലുള്ള ചെറിയ 3 എല്ലുകളുണ്ട്. ഇവയ്ക്ക് 3നും എന്തെങ്കിലും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ടോ എന്ന് നോക്കി അതും കൂടി കറക്റ്റ് ചെയ്യുന്ന സർജറി ഈ ഒരു ടിംപനോപ്ലാസ്റ്റിയുടെ കൂടെ ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ചെവിയുടെ പിന്നിലുള്ള മാസ്റ്റോയിഡ് എന്ന എല്ലിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ അത് നീക്കം ചെയ്യാനുള്ള പ്രൊസീജിയേഴ്സും ഈ സർജറിയോടൊപ്പം തന്നെ ആഡ് ചെയ്യേണ്ടതാണ്. സർജറി ചെയ്തില്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ സംഭവിക്കാം എന്നുള്ളതാണ് അടുത്ത ചോദ്യം. സർജറി ചെയ്യാതെ വെച്ച് കഴിഞ്ഞാൽ ഈ ദ്വാരം പതുക്കെ പതുക്കെ വലുതായി വരാം. വെള്ളമോ മറ്റോ കയറുമ്പോൾ അതല്ലെങ്കിൽ ജലദോഷവും ഒക്കെ പിടിക്കുമ്പോൾ ചെവിയിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് നീരൊലിക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ മധ്യകർണത്തിന്റെ മാലിയസ് ഇൻകസ് സ്റ്റേപ്പീസ് എന്ന എല്ലുകൾ ഓരോന്നോരോന്നായിട്ട് ദ്രവിച്ചു തുടങ്ങുകയും ചെയ്യാം. അത് മാത്രമല്ല, നാഡികളുടെ വീക്കം മൂലമുള്ള കേൾവിക്കുറവും ഇതിനോടൊപ്പം രോഗിക്ക് പുതിയതായിട്ട് പ്രത്യക്ഷപ്പെടുകയും ചെയ്യാം. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ വരാനുള്ള സാധ്യതയുള്ളത് കൊണ്ടാണ് ചെവിയുടെ പാടയ്ക്ക് ഹോള് കണ്ടാൽ സർജറി ചെയ്യണമെന്ന് ഡോക്ടർമാർ നിർദ്ദേശിക്കുന്നത്. ചെവിയുടെ പാടയ്ക്കുള്ള ഈ സർജറി മയക്കിയിട്ടാണോ ചെയ്യേണ്ടത്, അതോ രോഗിയെ തരിപ്പിച്ചിട്ട് ചെയ്യാൻ സാധിക്കുമോ? കുട്ടികളൊക്കെ ആണെങ്കിൽ നമുക്ക് ഇത് മയക്കിയിട്ട് തന്നെ ചെയ്യേണ്ട ഒരു സർജറിയാണ്. മുതിർന്ന ആളുകൾ മയക്കമില്ലാതെ കിടക്കാൻ തയ്യാറാണ്, രോഗിക്ക് അസ്വസ്ഥതയൊന്നും ഉണ്ടാവുന്നില്ല, ടെൻഷനൊന്നും ഇല്ലാത്ത രോഗികളാണെങ്കിൽ ചെവിയുടെ പിന്നിൽ തരിപ്പിക്കാനുള്ള ഇഞ്ചക്ഷൻസ് കൊടുത്ത് നമുക്ക് ഈ സർജറി ചെയ്യാം. അടുത്ത ചോദ്യം, എന്തുപകരണങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ഈ സർജറി ചെയ്യേണ്ടത്? പലപ്പോഴും രോഗികൾ ചോദിക്കാറുണ്ട്, ഡോക്ടറെ എനിക്കറിയുന്ന ഒരാൾക്ക് എൻഡോസ്കോപ്പ് ഉപയോഗിച്ചിട്ടാണ് ഈ സർജറി ചെയ്യുന്നത്, ഇവിടെയും ഇത് തന്നെയാണോ ചെയ്യുന്നത്? ചെവിയുടെ പാടയുടെ ഉള്ളിലെ ദ്വാരം വളരെ മാഗ്നിഫൈഡ് ആയിട്ട് കാണാൻ വേണ്ടി ഈ സർജറി നമ്മൾ മൈക്രോസ്കോപ്പ് ഉപയോഗിച്ചും ചെയ്യാം, എൻഡോസ്കോപ്പ് ഉപയോഗിച്ചും ചെയ്യാം. 2 രീതിയും അഭികാമ്യം തന്നെ. പലർക്കുമുള്ള പ്രശ്നം, ചെവിയുടെ ഈ സർജറി ചെയ്തു കഴിഞ്ഞാൽ എന്തെങ്കിലും കലയുണ്ടാവുമോ എന്നാണ്. സാധാരണ ചെവിയുടെ സർജറി ചെയ്യുമ്പോൾ ചെവിയുടെ പിന്നിലായിട്ടിടുന്ന ഒരു പോസ്റ്റ് ഓറിക്കുലർ ഇൻസിഷനാണ് മിക്ക ഡോക്ടർമാരും ഉപയോഗിക്കാറ്. ഇതേപോലെ തന്നെ ചെവിയുടെ ഉള്ളിലിടുന്ന എൻഡോറൽ ഇൻസിഷൻസ് ഉപയോഗിക്കാം. അത്തരം അവസരങ്ങളിൽ നമുക്ക് ഈ കല കാണാനാവില്ല. ചെവിയുടെ പിന്നിലായതുകൊണ്ട് ഈ പോസ്റ്റോറൽ ഇൻസിഷൻ ഇട്ടാലും പുറമേക്ക് കാണുന്ന പ്രശ്നമേ ഇതിൽ വരുന്നില്ല. കുറച്ച് ആഴ്ചകൾ കഴിയുമ്പോൾ ഈ കല പതിയെ മങ്ങി തുടങ്ങുകയും ചെയ്യും. അടുത്ത ചോദ്യം, എന്ത് മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടാണ് ഈ ഹോള് ക്ലോസ് ചെയ്യുന്നത്? നമ്മുടെ ചെവിയുടെ പിൻഭാഗത്തായിട്ട് ടെമ്പറാലിസ് എന്ന് വിളിക്കുന്ന ഒരു മസിലുണ്ട്. അപ്പോൾ ചെവിയുടെ പിന്നിൽ ഒരു ഇൻസിഷൻ ഇട്ട് കഴിഞ്ഞാൽ അതിലൂടെ തന്നെ ഈ ടെമ്പറാലിസ് മസിലിന്റെ പുറത്തുള്ള ടെമ്പറാലിസ് ഫേഷ്യ എന്ന ഭാഗം നമുക്ക് എടുക്കാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് ഈ ടെമ്പറാലിസ് ഫേഷ്യ ഗ്രാഫ്റ്റ് ആണ്
സാധാരണഗതിയിൽ ഉപയോഗിക്കാറ്. ഇനി രോഗി എങ്ങനെയാണ് സർജറിക്ക് വേണ്ടി തയ്യാറെടുക്കേണ്ടത്? മറ്റ് അസുഖങ്ങളൊക്കെ ഉള്ള രോഗികൾ, പ്രത്യേകിച്ചും ഡയബറ്റീസും ഹൈപ്പർ ടെൻഷൻ ഇത്തരം രോഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് കൺട്രോൾ ചെയ്യാൻ ശ്രദ്ധിക്കണം. ഏത് അനസ്തീഷ്യയാണോ കൊടുക്കുന്നത് അതിനനുസരിച്ചിട്ടുള്ള ഫിറ്റ്നസ് ടെസ്റ്റുകളൊക്കെ നമ്മൾ നടത്തണം. അതുപോലെ തന്നെ മൂക്കിലെ അലർജി, ജലദോഷം ഇത്തരം കാര്യങ്ങളൊന്നും ഇല്ല എന്ന് ഉറപ്പുവരുത്തുക. മരുന്നുകളോടുള്ള അലർജിയും ഇതോടൊപ്പം തന്നെ ടെസ്റ്റ് ചെയ്ത് നോക്കാം. പിന്നെയുള്ളത് എന്താന്ന് വെച്ചാൽ, പുകവലി ശീലമുള്ള ആളുകളാണെങ്കിൽ അത് നിർബന്ധമായും നിർത്തുകയും വേണം. ഇനി സർജറി കഴിഞ്ഞാൽ എന്തൊക്കെയാണ് സംഭവിക്കുക? സർജറി മയക്കം കൊടുത്തിട്ടുള്ള ജനറൽ അനസ്തീഷ്യയിലാണ് ചെയ്തിട്ടുള്ളതെങ്കിൽ ആദ്യത്തെ ഒരു 4 മണിക്കൂർ മുതൽ 6 മണിക്കൂർ വരെ രോഗിക്ക് വായിലൂടെ ഒന്നും കൊടുക്കില്ല. അത് കഴിഞ്ഞ് സാധാരണഗതിയിൽ വളരെ ലൈറ്റ് ആയിട്ടുള്ള ഭക്ഷണം കൊടുത്തു തുടങ്ങാം. മാസ്റ്റോയിഡ് ബാൻഡേജ് എന്നൊരു ബാൻഡേജ് ചെവിയിൽ വെക്കാറുണ്ട്. പിറ്റേ ദിവസം അത് എടുത്തു മാറ്റിയ ശേഷം ചെവിയിൽ വെള്ളം കയറാതെ ഒരു 3 ആഴ്ചയെങ്കിലും ശ്രദ്ധിക്കേണ്ടതാണ്. ചെറിയൊരു വേദന അനുഭവപ്പെടും. അതിനുള്ള മരുന്നുകൾ കഴിക്കുകയും ചെയ്യാം. പിന്നെ ചെവിയുടെ കനാലിനുള്ളിൽ ജെൽ ഫോം എന്ന് വിളിക്കുന്ന ചെറിയ ചെറിയ പീസസ് ഉണ്ടാവും. കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ അത് തനിയെ അലിഞ്ഞു പോവുകയും ചെയ്യും. ഒരു 2 ആഴ്ച കഴിഞ്ഞ് സാധാരണ പോലെ കാര്യങ്ങളൊക്കെ ചെയ്യുകയും ചെയ്യാം. ഇതിൻ്റെ ഇടയിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ജലദോഷം പിടിക്കാതിരിക്കാനുള്ള മരുന്നുകൾ എടുക്കേണ്ടി വരാം. അതുപോലെ തന്നെ ചെവിയിൽ വെള്ളം കയറാതെ 3 ആഴ്ച നിർബന്ധമായും ശ്രദ്ധിക്കുകയും വേണം. ഇതൊക്കെയാണ് ചെവിയുടെ പാടയുടെ ഹോളുമായി ബന്ധപ്പെട്ട് ആളുകൾക്കുള്ള സംശയങ്ങൾ. ഇതല്ലാതെ മറ്റെന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ഒന്ന് രേഖപ്പെടുത്തണേ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റെന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുകയും ചെയ്യാം.